ഇപ്പോൾ 2-3 ദിവസം മുന്നേ സജീന വീണ്ടും എനിക്കൊരു വോയിസ് ഇട്ട്. ആ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇത് രേണുസുതി അഭിനയിച്ച പുതിയ ഷോർട്ട് ഫിലിമാണ്. അതിനകത്തുനിന്ന് എടുത്ത് ക്ലിപ്സ് എല്ലാം എടുത്തിട്ടൊരു ട്രോള് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചാനൽ നമ്മുടെയാണ്, കമോൺ മീഡിയ എന്നാണ് ചാനൽ. ഒരാൾക്കൊരു അസുഖം ഇല്ലാത്ത ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് കെട്ടിച്ചമച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. രേണുസുതി, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ രേണുസുതിയെ കുറിച്ച് ഇനി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. എന്തോ ആയിക്കൊണ്ട് പോട്ട്, പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും പഠിച്ചില്ലെങ്കിൽ അങ്ങനെ ആയിക്കൊണ്ട് പോട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇടാതിരുന്നത്. ഇതിപ്പം രേണുസുതിയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണെങ്കിൽ കൂടി രേണുസുതിയെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ട്രോളാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അവളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങ് വിട്ടു, നമ്മളൊരു വിഷയം അറിഞ്ഞതിന് ശേഷം എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ളതാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, സമൂഹത്തിന് അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് പിന്നീട് ഭീഷണിയാകുന്ന അല്ലെങ്കിൽ അവരെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള വീഡിയോ നമ്മുടെ കണ്ണുമുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് പ്രതികരിക്കും. ഇനി അവർക്ക് ഇന്ന അസുഖമാണ് എന്ന് അവിടെ നിന്ന് അതിനൊരു അങ്ങനെ ഒരു പരിഗണനയെ കാണത്തില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പലവരും പറയുന്നത് ഇല്ലാത്ത അസുഖം പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ വെള്ളം ഇറങ്ങി ചാകുമോ, നിങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു മാരക അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി, അവർക്ക് എയ്ഡ്സ് വന്നില്ല എന്നൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിച്ച ഈ പറയുന്ന സജീന വ്ലോഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അതായത് രേണുസുതിയുടെ അറ്റ സുഹൃത്താണ് എന്നാണ് പറയപ്പെടുന്നത്. അവര് തന്നെ മറ്റൊരാളെ, അതായത് രേണുസുതിക്ക് എതിരായിട്ട് പിന്നെ വീഡിയോ ചെയ്യുന്നവരെ സ്വാധീനിച്ചുകൊണ്ട് രേണുസുതിക്ക് എതിരായിട്ട് വീഡിയോ ഇടണം എന്ന് പറയുന്നത് ഒരു വട്ടമല്ല 2 പ്രാവശ്യം, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ പറയുന്ന രേണുസുതിക്ക് എതിരായിട്ട് വീഡിയോ ഇടണം, അങ്ങനെ എനിക്ക് തിരിച്ച് പ്രതികരിക്കാമല്ലോ എന്ന് പറഞ്ഞ ഒരു വോയിസ് ആ പെൺകുട്ടി തന്നെ പുറത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, കൂടെ നിൽക്കുന്നവരെ ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എന്നുള്ളതാണ്. ഇവർ തന്നെ ഈ പറയുന്ന സജീന വന്ന് നമ്മളെ കുറ്റം പറയുന്നുണ്ട്. ഈ എന്തു പറഞ്ഞാലും ഈ റിയാക്ഷൻ ചാനൽ ഇത് തന്നെ വേറെ ആരും ഇല്ല, പെണ്ണ് എങ്ങനെ ജീവിച്ചു പോട്ടെ എന്ന് പറയുന്ന സജീന തന്നെ മറ്റുള്ളവരെ പറഞ്ഞ് സ്വാധീനിച്ചു, ഇനി ക്യാഷ് വല്ലതും കൊടുത്തു എനിക്കറിയാം, സ്വാധീനിച്ച് രേണുസുതിക്ക് എതിരായിട്ട് വീഡിയോ ഇടണം എന്ന് പറയുന്ന വോയിസാണ്. അതിനു മുമ്പ് ഒരു പ്രാന്ത ഈ പറയുന്ന നനയ്ക്കയില്ല കുളിക്കയില്ല വൃത്തിയില്ല വന്ന് ഈ അഭിലാഷ് ആട്ടയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ കിടന്ന് കുറെ നാറുകളെ കൊണ്ടിട്ട് വീഡിയോ. അതായത് ഇപ്പൊ ഇവരുടെയൊക്കെ ഒരു അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പിടിക്കണോ, ഒന്ന് വലിക്കണോ, ഒന്ന് ഉമ്മ വയ്ക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ റീൽ എന്ന് വേവിച്ചു കഴിഞ്ഞാൽ പോയി എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയും എനിക്കിനി അവളുടെ അടുത്ത് റീൽ ചെയ്യണം. മറ്റൊന്നുമല്ല, ഒന്ന് പിടിക്കുകയും വലിക്കുകയും ചെയ്യണം. ഇത് തന്നെയാണ്. ഇതാണ് അവരുടെ. ഇപ്പം മറ്റുള്ള ആരും ഈ സദാചാര മാമന്മാരൊന്നും വരത്തില്ലല്ലോ. എന്ത് ചെയ്യും, നമ്മൾ റീല് ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ പിടിയും വലിയാണ്. അതായത് എവിടെയെങ്കിലും നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഒരു റീലായിട്ട് അമ്മമാർ ഇറക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇല്ല, ഇതിനു വേണ്ടി തന്നെയാണ്. കുറെ എണ്ണം ഈ എന്താണ്, കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, എങ്ങനെയെങ്കിലും ഒരു റീല് വഴി വൈറലാവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുക. ഇവന്മാർ പരസ്യവും കാര്യങ്ങളൊക്കെ കൊടുക്കുക, കൊണ്ടുവരിക, അവിടെ പിടിക്കുക, ഇവിടെ പിടിക്കുക, എവിടെയൊക്കെ പിടിക്കണം കണ്ടുകഴിഞ്ഞാൽ പിന്നെ കിസ്സും പത്തതൊക്കെ കണ്ടുകഴിഞ്ഞ് എന്തോ ആക്രാന്തം കുറ്റം നക്കിയെടുക്കുമ്പോഴാണ് ഇവന്റെ ഇത്. യവൻ ഒരു വീഡിയോ ഇട്ട് യവന്റെ ഒരു വീഡിയോക്ക് ഉത്തരം കൊടുത്തതിന് ശേഷം നമുക്ക് ലവലുടെ ആ വോയിസിലേക്ക് പോവാം. ഓക്കെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ഈ കാണുന്ന ആളുകൾ പ്രാന്താണോ? പ്രാന്ത്. ഒരാൾക്കൊരു അസുഖം ഇല്ലാത്ത ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് കെട്ടിച്ചമച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇടണത് എന്തിനാ? അത്രമാത്രം തെറ്റാ കൊച്ചു ചെയ്തോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്തോരു വിവാദങ്ങളാ വന്നത് ഈ സോഷ്യൽ മീഡിയയിലെ കൊച്ചു മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ പറയട്ടെ, നമ്മൾ തെറി പറയും അല്ലെങ്കിൽ ട്രോൾ ഇറക്കും, പക്ഷെ ഒരാൾക്കൊരു ഇല്ലാത്തൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അത് ദൈവം നിന്നയാ. മനസ്സിലായോ? ദൈവം നിന്ന എന്താ കാണിക്കണത്? ഇല്ലാത്ത അസുഖം കെട്ടിച്ചമച്ച്. തന്റെയൊക്കെ വീട്ടിലുണ്ടാവും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന. രേണുസുതിക്ക് ഒരു അസുഖമില്ല കേട്ടോ. അതിന്റെ കൊച്ചിന് വെറുതെ അസുഖമാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. മോശമാണ്, വളരെ മോശം. അഭിലാഷ്, നീ ആദ്യം പോയി ഒന്ന് കുളിക്കുക. രേണുസുതിനെ നീ പറ്റിച്ച് അവള് വന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ കുളിക്കും എന്ന് പറയാം. മുടിയെങ്കിലും ഒന്ന് വെട്ടടാ, ഈ കാട്ടാളം പോലെ പറയാം. നിന്റെ മനസ്സും അങ്ങനെയാണ്. സത്യം ഈ ഒരു റീൽ നീ കുറെ എണ്ണത്തിൽ ഇതുപോലെ മോങ്ങിക്കൊണ്ട് നീ കുറെ റീലുകൾ ഇട്ടിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് രേണുസുതിക്ക് വേണ്ടിയിട്ട് കരയുന്ന രീതിയിൽ. നിന്റെ ഈ ഒരു റീൽ കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാവും നിനക്ക് അഭിനയിക്കാനുള്ള ഒരു കഴിവും ഇല്ല എന്നുള്ളത്. കൃത്യമായിട്ട് കൊച്ചു കുട്ടിക്ക് വരെ അറിയാടാ ഇത് നീ ഉണ്ടാക്കി കരയണേണെന്ന്. അപ്പോൾ നാച്ചുറാലിറ്റി നിനക്കില്ല എന്നുള്ളതാണ്. ഇവൻ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ഒരാൾക്ക് അസുഖമില്ല, നമുക്ക് നമ്മുടെ ശത്രു, അവർക്കൊരു അസുഖമില്ലാത്ത ഒരു ശത്രുവിനെ ഇതുപോലെ ഈ പറയുന്ന ക്യാൻസർ പോലുള്ള പിന്നീട് രോഗങ്ങൾ
ഉണ്ട് എന്ന് പറഞ്ഞ് പരത്തുന്നവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് ഒരു മാപ്പും അല്ലെങ്കിൽ ഒരു ദയവും അർഹിക്കാത്തവരാണ് എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ചാനലുകൾ എന്താണ് പറഞ്ഞത്, നമ്മൾക്കിങ്ങനെ അത് ഒരിക്കലും കെട്ടിച്ചമച്ചതോ അല്ലെങ്കിൽ അവൾക്ക് 2 കിട്ടട്ടെ എന്ന് ഇട്ടതോ ആയ കഥകളല്ല. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ജനുവനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അറിയാൻ സാധിക്കുന്നു, അങ്ങനെ ആവാതിരിക്കട്ടെ. എന്താ പറഞ്ഞത്, നമ്മൾ അറിഞ്ഞത് അങ്ങനെ ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഒരു സംഭവം വരരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് ഇനി അവളെ എന്തോ ചെയ്തോടുകൂടെ നമ്മൾ ഇനി അവളെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞവരാണ് നമ്മൾ. ഓക്കെ, അല്ലാതെ അവൾക്ക് അങ്ങനെ വന്നു ഇതിന് നിങ്ങൾ പറയുന്നത് കെട്ടിച്ചമച്ചാണ്. ഇതിന് എങ്ങനെ പറഞ്ഞു വരും, അതായത് 2 ദിവസം മുമ്പ് ഈ പറയുന്ന രേണുസുതിയും സ്വന്തം സഹോദരിയും ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ബ്ലോക്കിൽ എന്തിനു പോയി എന്നൊന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. വിത്ത് ഫോട്ടോ അടക്കമാണ് നമുക്ക് വന്നിട്ടുള്ളത്. വിത്ത് ഫോട്ടോ അടക്കം, അവളിട്ട ഡ്രസ്സിന്റെ കളറ് വിത്ത് ഫോട്ടോ അടക്കം വന്നിട്ട്. അപ്പോൾ അത് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരവിടെ പോയത് വേറെ എന്തിനോ ആരെ കാണാനോ അല്ലെങ്കിൽ സുഹൃത്തിനെ കാണാനോ ആയിക്കോട്ടെ എന്ന് സമാധാനിക്കുക എന്നുള്ളതാണ്. എന്നങ്ങനെ ആവട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? നീ മനസ്സിലായി, നിന്നെ പോലെ അത്രയ്ക്ക് വിവരമില്ലാത്തവനൊന്നും അല്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് കണ്ണിൽ ചോര ഇല്ലാത്തവരൊന്നും അല്ല നമ്മൾ. ഇങ്ങനെ ശത്രുക്കൾക്ക് പോലെ ഇങ്ങനെ വന്ന 8 കൊട്ടി വന്ന ഇല്ലാത്ത അസുഖം വിളിച്ചു പറയുന്ന ഒരാളുമല്ല. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമുക്കൊരു നല്ല കണ്ടന്റ് ആയിരുന്നു അല്ലേ, നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് എപ്പോൾ ചെയ്താലും അത്യാവശ്യം യൂസ് കിട്ടുന്ന കണ്ടന്റാണ്. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇനി എന്തോ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പൊ അതിനെയും അതായത് ഇവരുടെ ആവശ്യം എന്തെന്നറിയാമോ, നമ്മൾ റിയാക്ട് ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന രേണുസുതി ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല രീതിയിൽ ചൊറിഞ്ഞു, നീ റിയാക്ട് ചെയ്യടാ. ഇവരുടെ ആവശ്യം നമ്മൾ റിയാക്ട് ചെയ്യുക എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ, ഇവരുള്ള മറുപടി കൊടുത്തല്ലോ, നീ അത് അന്വേഷിക്കുക കേട്ടോ. ഈ കടന്ന് ആദ്യം നീ അഭിനയപ്പെടി. അടുത്താണ് മെയിൻ പോയിന്റ്. അതായത് ചങ്കാണ് പിന്നെ രേണുസുതിക്ക് വേണ്ടി ചാവാൻ വേണ്ടി നടക്കുകയും രേണുസുതിക്കെതിരായിട്ട് ആരൊക്കെ വീഡിയോ ഇട്ടാലും അവർക്കൊക്കെ വന്ന് പിന്നീട് മറുപടി കൊടുക്കുകയും അവരൊക്കെ തള്ളക്കി വിളിക്കുകയും മറ്റന്നാണ് മറിച്ചതെന്ന് പറഞ്ഞ് വാളിട്ട് ഫൈറ്റ് ചെയ്യുന്ന രേണുസുതിയുടെ പിന്നെ ഫ്രണ്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏറ്റവും മുൻപന്തിയിൽ എന്ന് സ്വയം പറയുന്ന സജീന വ്ളോഗിന്റെ ഒരു സാധനമാണ് ഞാൻ ഇനി അടുത്ത് വെക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് മഞ്ജു ആന്റണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഈ റെനാസുനിക്കെതിരായിട്ടൊക്കെ ഒരുപാട് ഈ പറയുന്ന റിയാക്ഷൻ ചാനലും കാര്യമൊക്കെ ഇട്ട് ഈ മഞ്ജു ആന്റണിയും ഈ സജീന വ്ളോഗുമായിട്ടൊക്കെ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ തെറി വിളിക്കുന്നു, ഇവിടെ തെറി വിളിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇപ്പൊ കുറച്ച് മുമ്പേ ഇട്ട ഒരു വീഡിയോയുടെ ക്ലിപ്പാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കെ രേണുസുതി ദുബൈയിൽ പോയപ്പോഴത്തേക്കും രേണുസുതി ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. ആ ഇന്റർവ്യൂവിനകത്ത് കരിഷ്മയാണ് എല്ലാം എന്ന് രേണുസുതി പറയുകയുണ്ടായി. അപ്പോൾ അത് സജീനയ്ക്ക് വല്ലാതെ ഷോക്കായി, സജീനയ്ക്ക് നല്ല വിഷമമായി. ഒരു ദിവസം രാത്രി എന്ന് വെച്ചാൽ ഒരുപാട് രാത്രി ആയില്ല, എനിക്ക് തോന്നുന്നു ഒരു 5:30-6 മണിക്കാണെന്ന് എനിക്ക് തോന്നുന്നു, ടൈം കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നു സജീന, ഈ വീഡിയോസ് എടുത്തിട്ട് ഒന്ന് റിയാക്ട് ചെയ്യാവോ. അതായത് രേണുസുതിയുടെ ആ ഇന്റർവ്യൂ, ദുബായിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇന്റർവ്യൂ കാണിച്ചിട്ട് ഈ വീഡിയോ എടുത്തിട്ട് എന്താ സജീന ക്യാപ്ഷൻ തന്നെ ഇവർ തന്നെ പറഞ്ഞു തന്നു കേട്ടോ. ഇപ്പം സാമ്പാറോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി സജീന എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, അയ്യോ ഇപ്പോഴോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ സജീനോട് പറഞ്ഞു, ഇപ്പം ഈ സമയത്താണോ ഞാൻ വീഡിയോ ചെയ്യുന്നത്, സന്ധ്യ ആയിടോ, രാത്രി ആയില്ലേ, ഇനിയിപ്പം നാളെ നോക്കാം. അത് തന്നെയല്ല, ഞാൻ രേണുസുതി കൊണ്ടിട്ട് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം എന്നോട് പ്ലീസ് എന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ചീത്തവിളി കേൾപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂ അല്ലേ എന്ന് ഞാനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ശേഷം ഞാൻ അന്നേരം തന്നെ ഞാൻ വീഡിയോ ചെയ്തു. പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. ഈ വീഡിയോ ആണ് ഞാൻ ചെയ്തത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ വിടുവോ? അപ്പം ഈ വീഡിയോ ആണ് സജീനയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഞാൻ രേണുസുതിക്ക് ഇട്ട് കൊടുക്കും, രേണുസുതിക്ക് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യും, പേടിക്കേണ്ട, വലുതായിട്ടൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അതിനുശേഷം രേണുസുതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവരെന്നെ വിളിച്ചു. മെസ്സേജ്. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം, ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പെൺകുട്ടി ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ സജീനയുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരുന്ന് സജീനയുമായിട്ട് ഉടക്കായിരുന്നു, ഇടയ്ക്ക് വെച്ച് ഇവർ നമ്മൾ ഫ്രണ്ട്ഷിപ്പായി. ആ സമയത്ത് ഇവൾ പറയുന്നു, ഞാൻ ഇനി റെനാസുനിയുടെ അല്ലെങ്കിൽ രേണുസുതിയുടെ കണ്ടന്റ് ചെയ്യുന്നില്ല, ഞാൻ നിർത്തി. അങ്ങനെ ഈ പെൺകുട്ടി ഈ ഒരു സംഭവം വിട്ട് മറ്റു പല കണ്ടന്റിലേക്ക് പോയതാണ്. ആ പെൺകുട്ടിയാണ് വിളിച്ചു പറയുന്നത്, നീ വീണ്ടും റെനാസുനിക്കെതിരായിട്ട് വീഡിയോ ഇടണം. അതായത് ഒറ്റ സുഹൃത്താണേ, കൂടെ കിടന്നുറങ്ങുന്നവളാണ്, അവൾക്ക് വേണ്ടിയിട്ട് എന്തിനും വാളെടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്ന് കാണിക്കുന്നവളാണ്. അവള് വിളിച്ചു പറയുന്നു,
നീ രണാസുനയ്ക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണം. അപ്പൊ ഇവള് പറഞ്ഞു ഞാൻ ആ രണാസുനയുടെ അല്ലെങ്കിൽ രേണുസുതിയുടെ കണ്ടന്റ് എന്ന് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് നിർത്തി, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അപ്പൊ അവരെയും തിരുത്തിക്കൊണ്ട് പ്ലീസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ദുബായിൽ പോയപ്പോൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കരിഷ്മയാണെന്ന് പറഞ്ഞത്, അത് നമ്മൾ കുറച്ച് വിവാദം കാര്യങ്ങളുണ്ടായല്ലോ, കരിഷ്മയാണെന്ന് പറഞ്ഞത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഇവളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് ഈ വീഡിയോ കൊണ്ട് നേരെ രണാസുനയെ കാണിച്ചു, കണ്ടോ അവൾ അങ്ങനെ പറഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിക്കെതിരായിട്ട് ഇവള് വീണ്ടും വീഡിയോ ഇടുന്നു. ഇവിടെ യഥാർത്ഥ സുഹൃത്ത് ആരാണ്? ലോക കള്ളിയാണ് നീ. നീ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, ലോക കള്ളിയാണ്. മനസ്സിലായോ? ഇതാണോ സുഹൃത്ത്? കൂടെ നിന്നിട്ട് കൂടെ നിന്നിട്ട് അവൾ കിട്ടി തന്നെ. അതായത് നമ്മൾ ഇവരെയാണ് ഏറ്റവും ശത്രുക്കളെ നമുക്ക് ഇത്രയും ഭയപ്പെടണ്ട. കൂടെ നിന്ന് ചതിക്കുന്നവർ അവരെയാണ് ഭയപ്പെടേണ്ടത്. സ്വന്തം തോളിൽ കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരികൾ തന്നെ അവർക്കുള്ള പാരയാണ്. ഇത് മാത്രമല്ല, ഇനിയുമുണ്ട്, ബാക്കി കേൾക്കാം. അയച്ചു മെസ്സേജ് അയക്കുമായിരുന്നു, വാട്സപ്പ് കോൾ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അന്നേരം എന്നോട് പറഞ്ഞു രേണുസുതിക്ക് ഞാൻ ഇട്ട് കൊടുത്തു, രേണുസുതി പൂര ചീത്തയായിരുന്നു എന്നെ എന്ന് പറഞ്ഞു. ഇപ്പോൾ 2-3 ദിവസം മുന്നേ സജീന വീണ്ടും എനിക്കൊരു വോയിസ് ഇട്ട്, ആ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇത് രേണുസുതി അഭിനയിച്ച പുതിയ ഷോർട്ട് ഫിലിമാണ്. അതിനകത്തുനിന്ന് എടുത്ത് ക്ലിപ്സ് എല്ലാം എടുത്തിട്ടൊരു ട്രോള് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചാനൽ നമ്മുടെയാണ്, കമോൺ മീഡിയ എന്നാണ് ചാനലിന്റെ പേര്. ഹൈപ്പ് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യട്ടാ വീഡിയോ. അടുത്ത വീണ്ടും, അതായത് രണാസുന ഇപ്പോൾ അഭിനയിച്ച ഈ പറയുന്ന ഏതോ ഒരു ഷോർട്ട് ഫിലിം, അതിനെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് അതിനെ കുറച്ച് തലക്കി വിളി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കുറ്റം പറ, ഹൈപ്പ് പോണെങ്കിൽ പോലും. അപ്പോൾ വീണ്ടും ഈ ഒരു കേസിൽ ഇത് ചിലപ്പോൾ രണാസുന പറഞ്ഞുകൊണ്ടായിരിക്കും. കാരണം ഈ രേണുസുതി ഉൾപ്പെടെ അവർക്ക് വേണ്ടത് ഇപ്പം പെട്ടിരിക്കുന്ന എന്നറിയാം. ഇപ്പം 1-2 ഈ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, 1-2 ഈ പറയുന്ന ഷോർട്ട് ഫിലിമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആരും കമാന്നൊരു അക്ഷരം മിണ്ടിട്ടില്ല, ആരും റിയാക്ട് ചെയ്യുന്നില്ല, ഇത് പബ്ലിക്കിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് സത്യമുണ്ട്. അപ്പൊ ആരും റിയാക്ട് ചെയ്യാത്തോണ്ട് എവിടെ തന്നെ ചിലപ്പം രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു കേസ് രണ്ടാമത് വന്ന വോയിസിൽ രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ടാവാം, എടുത്ത് അവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പി, അങ്ങനെ ഹൈപ്പ് പോട്ട്. കാരണം ഇതിൽ അവളില്ല, ഇവളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി എവളും അതിലുണ്ടെങ്കിൽ രണാസു പറഞ്ഞാൽ എവൾക്ക് എങ്ങനെയും ഹൈപ്പ് കിട്ടണം എന്നുള്ളത്. ഏത് ഷോർട്ട് ഫിലിം ഒന്ന് ഞാൻ ഇപ്പം കാണാറില്ല, 1-2 ഷോർട്ട് ഫിലിമിൽ കണ്ടു, അയ്യോ മതിയായി അണ്ണാച്ചി, മതിയായി എന്നുള്ളത്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ വലിയ വായിൽ വന്നിരുന്നു മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ മറ്റുള്ളവരെ രണാസുനയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, അവരെ നിങ്ങൾ കണ്ടതും തുപ്പിയെടുത്ത് അവരെ എന്തിനു നിങ്ങളിങ്ങനെ അവർക്ക് സമൂഹത്തിന് മുമ്പിൽ അവരെ തെറ്റായിട്ട് ചിത്രീകരിക്കുന്നു, അവർക്ക് എന്തിനു തെറി വാങ്ങിച്ചു കൊടുക്കുന്നു, നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, രണാസുന മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയും അവരെ തന്നെ മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് ഈ പറയുന്ന രേണുസുതിക്കെതിരായിട്ട് വീഡിയോ ഇടണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു സാധനം. വെരി ഗുഡ്, നല്ല സുഹൃത്ത്. ബസ് ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഈ കാണുന്നതും നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നതൊക്കെ കപടങ്ങളാണ്, എല്ലാം കള്ളികൾ, ലോക കള്ളികളാണ് എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ശത്രുക്കളെ നമുക്ക് വീണ്ടും ഭയക്കണ്ട. നേർക്ക് നേരിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നവരെ, നേർക്ക് നേരെ നിന്ന് പിന്നീട് വെല്ലുവിളിക്കുന്നവരെ നമുക്ക് ഭയക്കണ്ട. പക്ഷേ കൂടെ നിന്ന് പുതുകാല വെട്ടുന്ന കുറെ ഫ്രണ്ട്സുകളുണ്ട്, അവരെയാണ് നീയൊക്കെ ഭയക്കാനുള്ളത്. രണസുതി കാണുകയാണ് എനിക്ക് അറിഞ്ഞൂടാ, അവരെയാണ് നിന്റെ തോളി കൈയിട്ട് ഞാനാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആളാവുക, അതുവഴി പിന്നീട് ഫേമസ് ആവാൻ, അതുവഴി 4 ആൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഈ സജീന വ്ലോഗിനെ പോലുള്ള ഇവരെയാണ് ആദ്യം തിരിച്ചറിയാനുള്ളതുള്ളത്. മനസ്സിലായോ? എന്തുമാത്രം നോക്കിയോണ്ട് കൂടെ എന്നിട്ട് പറഞ്ഞു നീ അവൾക്കെതിരായിട്ട് വീഡിയോ ഇടി, ഞാൻ എന്നിട്ട് അവളെ കൊണ്ടുകൊടുത്തിട്ട് നിനക്ക് ഇത് എന്തൊരു കള്ളികളിടെ എവിടെ നിന്നൊക്കെ വിശ്വസിച്ച് നഖത്തിന്റെ ഇട ഉഴുത്തിരുമ്പം കൊണ്ട് കിടക്കുന്നവരാണ്, നഖത്തിന്റെ ഇടയിൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, രേണുസുതിയെ കുറ്റം പറയാനോ അവളെ എന്തോ ആയിക്കൊണ്ട് പോട്ടു, നമ്മളത് വിട്ട കേസാണ്. ഇനി എങ്ങനെയാ ജീവിച്ചത്? ഇപ്പം രേണുസുതി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇല്ലാതെ ഇനി ഇപ്പം ഉണ്ടെന്ന് എന്തുകൊണ്ട് രേണുസുതി പറയുന്നില്ല ഇങ്ങനെ ഒരു എനിക്കൊരു അസുഖമുണ്ട്, അത് പുറത്ത് വന്ന് പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ ആവാതിരിക്കട്ടെ. എൻ്റെ ഒരു ഐഡിയ ശരിയാണെങ്കിൽ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്ന് ആൾക്കാർ പറയത്തില്ലേ? ഇനിയിപ്പോൾ ദൈവം ഇങ്ങനെ ഒരു തിരിച്ചടി തന്നു, ഇനിയെങ്കിലും നന്നായിക്കൂടെ, ഇനിയെങ്കിലും മാന്യമതിയായിട്ട് ജീവിച്ചൂടെ എന്ന് ജനങ്ങൾ പറയും. ഇനി അങ്ങോട്ടുള്ള എൻ്റെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബ്രാം മാസ്റ്റർ കമന്റ് നമുക്ക് വിടുകണം. ജയ് ഹിന്ദ്.